കാരണം ചീണ്ടലില് അത്ര പറ്റല്ലേ ഞാൻ നേരിട്ട് വരുന്നുണ്ട് ഫാമിലി ആയിട്ട് പോരെ ബാക്കി അവിടെയാണ് ഏത് ഓഫീസിൽ വരും? അതെന്റെ ഇഷ്ടമല്ലേ, നിങ്ങൾ എന്താ അങ്ങനെ സംസാരിക്കുന്നത്? എന്റെ സംഭവം എന്റെ പേരിൽ മാഷേ വിചാരിച്ച് ഒരാൾ വീഡിയോ ഇട്ട് ഞങ്ങളുടെ വല്ലെത്താന്ന ഞങ്ങളെ നോക്കറ ഓപ്പൺ ആവണ്ടോന്ന് അവനുള്ള പണി കിട്ടി കഴിഞ്ഞു പറഞ്ഞെടുത്ത് അവൻ ആരുടെ ഭാര്യ എടുത്തറിയോ? നീ നോക്കറ വീഡിയോ ഓപ്പൺ ആവണ്ടെന്ന് ശരി നോക്കറ നീ എന്തൊട്ട് ഡയലോഗ് കളിച്ചിട്ടുണ്ടെന്ന് ഒരു വീഡിയോ നോക്കിട്ട് ഓടിച്ചോടി പോന്നിട്ടാ. ദ ജേർണലിസ്റ്റിലേക്ക് വിദേശ രാജ്യങ്ങളിൽ സ്വപ്നതുല്യമായ ജോലിയും ശമ്പളവും ഒക്കെ വാഗ്ദാനം ചെയ്ത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുന്ന തൃശ്ശൂരിലെ വിസ്ഡം എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് കൺസൾട്ടിംഗ് സർവീസ് എന്ന് പറയുന്ന തട്ടിപ്പ് കമ്പനിക്കെതിരെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് പാലക്കാട് സ്വദേശിയായ ഒരു യുവാവിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയതിൻ്റെ പേരിൽ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിക്കും കമ്പനിയുടെ ഉടമയായ ബ്ലെസി അനീഷ് എന്ന യുവതിക്കുമെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷവും നിരവധി പേർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയെങ്കിലും പണമുടൻ തിരിച്ചു നൽകാമെന്ന വാഗ്ദാനത്തെ തുടർന്ന് പലരും അത് വിശ്വസിച്ച് മടങ്ങിപ്പോയി. പക്ഷേ അവർക്കൊന്നും ഇതുവരെയും പണം മുഴുവനായി കൊടുത്തു തീർത്തിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ജില്ലകളിലുള്ള പല യുവാക്കളും ഇവരുടെ തട്ടിപ്പിൽ പെട്ടിരിക്കുകയാണ് എന്ന് അവർ ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞു. പറ്റിക്കപ്പെട്ട യുവാക്കൾ ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. എന്താ അവസ്ഥ? നിങ്ങളുടെ പൈസ തട്ടിയിട്ടുണ്ടോ? എനിക്ക് 60 മണി കിട്ടാണ്ട്. എത്ര മേടിച്ചിട്ടുണ്ടായിരുന്നു? 2. ഞങ്ങൾ 5 ആളെ കൊടുത്തിട്ടുണ്ടായിരുന്ന. ആദ്യം ക്രൊയേഷ്യായിരുന്നു, പിന്നെ അതൊരു 8 മാസം കഴിഞ്ഞ് 8 മാസമായിട്ടും അതിനൊന്നും നടപടിയുണ്ട്. അവർ 1 ലക്ഷം പുറകാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു 8 മാസം വലിപ്പിച്ചു. പൈസ ലാസ്റ്റ് ഞാൻ പോലീസ് സ്റ്റേഷനോട് പരാതി കൊടുത്തിട്ട് ചെക്കാന്നുണ്ടായിരുന്നു. ഏത് സ്റ്റേഷനിൽ കൊടുത്തേ? അയ്യന്തോട്. എന്നിട്ട് FIR ഇട്ടാ? ചെക്കൊന്നും പാസ്സായില്ല. അത് എനിക്ക് ഒരു 50 ആയിട്ടൊന്നു, ബാക്കി ആരും കിട്ടിയില്ല. ഇനി 60 കിട്ടാണ്ട് അല്ലേ? അത് ഇതല്ലേ വിസ്ഡം അക്കാദമി അല്ലേ? ഞാൻ ആ വാർത്ത അതന്നെ. മലേഷ്യ പോണ ചെക്കനെ 2 ലക്ഷം ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ വയനാട് നിന്ന് ചെക്കൻ 4 ലക്ഷം കൊടുത്തായിരുന്നു, അതിന് 3 ലക്ഷം കിട്ടാണ്ട്. പിന്നെ വയനാട് തന്നെ വേറെ ചെക്കന് 1 ലക്ഷം കിട്ടാണ്ട്. ഇത് കേരളം മൊത്തം ഉണ്ട്. അവിടെ വന്ന് ചെന്നിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ പൈസ അടിക്കാൻ പറ്റുന്ന കാണാം. ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, വെറുതെ അവര് തുറന്നു നിൽക്കുക. എന്തെങ്കിലും പറഞ്ഞു ആ പെണ്ണ് ഫോൺ കൊടുക്കൂല, വരൂല. നോക്കുക, കേരളത്തിൽ വിദേശ രാജ്യങ്ങളിലെ ജോലി സ്വപ്നം കണ്ടു കഴിയുന്ന ഒരുപാട് യുവാക്കളുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ലക്ഷങ്ങൾ കബളിപ്പിച്ച് പറ്റിക്കലാണ് ഇതുപോലുള്ള ഏജൻസികൾ നടത്തുന്നവരുടെ ലക്ഷ്യം. അതിൻ്റെ തെളിവാണ് തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR. നിരവധി പേരുണ്ട്, നിരവധി പേർ ഇത്തരത്തിൽ ഈ വിസ്ഡം എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് കൺസൾട്ടൻസി സർവീസിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിക്സോ എന്ന് പറഞ്ഞൊരു ഏജൻസി തൃശ്ശൂർ തന്നെ എറണാകുളം അല്ല, തൃശ്ശൂർ കേട്ടോ. അതെ, എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ. ആ പെട്ടി കിടക്കുന്ന ടീം കേട്ടോ, 6 പേരുണ്ട് ഇതിനകത്ത്. അപ്പൊ അവരിപ്പോ ട്രെയിനിൽ വന്നോണ്ടിരിക്കുവാണ്. അവരെ ബോംബെയിൽ 6 മാസം കൊണ്ടുകൊണ്ട് ഇട്ടേക്കുമായിരുന്നു ഈ മേഡമേ. ബ്ലിസ് എന്ന് പറഞ്ഞ ആൾ. അവരിപ്പൊ നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വൈകിട്ട് ഇറങ്ങും. ബോംബെയിലായിരുന്നു അവർ, 6 മാസം കൊണ്ട് ബോംബെയിൽ ഇട്ടേക്കുമായിരുന്നു, അൽബേനിയക്ക് എന്നും പറഞ്ഞ്. അല്ലേട്ടാ, ഇവരാണെങ്കിൽ 3-3.5 ലക്ഷം കൊടുത്തിട്ടേ ഒരു 3-4 മാസമായിട്ട് ഇവരെ കൊണ്ട് ബോംബെയിൽ ഇട്ടേക്കുമായിരുന്നു. മനസ്സിലായി? ഈ അല്ലല്ലല്ല, ഇവർക്ക് അൽബേനിയ വിസ വന്ന് ടിക്കറ്റ് ഇല്ലാതെ ബോംബെയിൽ ഇട്ടേക്കുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഞങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇതിൻ്റെ ഉടമയായ ബ്ലെസി അനീഷിൻ്റെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന ഒരുത്തൻ ഞങ്ങളെ വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങളോട് പരാതി പറഞ്ഞ പല യുവാക്കളെയും ഉദ്യോഗാർത്ഥികളെയും ഇയാൾ ഫോണിൽ വിളിച്ച് ഭയങ്കരമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പോൾ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അതായത് ഒരു തട്ടിപ്പ് സ്ഥാപനമാണ് നടത്തുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആ ഓഡിയോ ക്ലിപ്പുകൾ ഞങ്ങൾ ഒന്നൊന്നായി പുറത്തുവിടുകയാണ്, അത് പ്രേക്ഷകർ കേൾക്കണം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തൃശ്ശൂർ അവിടുത്തെ ഓഫീസിൽ പോയാണ്. അല്ലല്ല, ഇങ്ങനത്തെ ചേട്ടാ വലിയ സ്റ്റൈലിൽ വല്ലൊന്നും അല്ല. ഞാൻ നേരിട്ട് വരാനാണ് പറയുന്നത്, അഡ്രസ് വെച്ചിട്ട്.
ചാനലിലെ തെളിവുകളല്ലേ ചാനലും ചീണ്ടല്ലേ അത്ര പറ്റല്ലേ അഡ്രസ് ഞാൻ നേരിട്ട് വരുന്നുണ്ട് ഫാമിലി ആയിട്ട് പോരെ ബാക്കി അവരാണ് ചാനൽ ഓഫീസിൽ ഞാൻ തൃശ്ശൂർ ഓഫീസിൽ കയറാം. ഞാൻ തൃശ്ശൂർ ഓഫീസർ എപ്പോ വരും ഏത് ഓഫീസിൽ വരും അതെന്റെ ഇഷ്ടമല്ലേ, നിങ്ങൾ എന്താ അങ്ങനെ സംസാരിക്കുന്നത്? എന്റെ സംഭവം എന്റെ പേരിൽ അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി പരാതി എങ്ങനെ വരുന്നത് മാഷേ? കേൾക്കുന്നില്ല. ഒരു എന്ത് ബാക്കിയല്ല ബാക്കി എഴുതിട്ടത് എന്തിനാ? അല്ല ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് അതിൽ എന്തോരം ചെയ്തി വീട്ടിൽ അന്വേഷിച്ച പിന്നെ എങ്ങനെ എഫ്ഐആർ വരുന്നത് നിങ്ങൾക്കെതിരെ? FIR വരുന്നതല്ലേ ചെയ്തിട്ടുള്ളതാണോ അറിയോ? പിന്നെ എഫ്ഐആർ എങ്ങനെ വരുന്നത്? ചോദിച്ചിട്ട് താൻ അറിഞ്ഞ അപ്പൊ അന്വേഷിച്ച എഫ്ഐആർ അപ്പൊ ഒരു FIR ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആളെ ഇങ്ങനെയാണ് എഫ്ഐആർ ഉണ്ട്, പരാതിക്കാരനുണ്ടെങ്കിൽ വാർത്ത കൊടുക്കുന്നതിന് എന്താണ് മാഷ പ്രശ്നം? നിക്ക് ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ചോദിച്ചാ പോരെ? ഞാൻ ഈ നമ്പറിലല്ല, വിസ്തമക്കാരുടെ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ഇതൊക്കെ ഇവിടെ ഒരു സാധനം കൊടുക്കുമ്പോ അല്ല നിങ്ങളായിക്കോട്ടെ, ഞാൻ തൃശ്ശൂർ ഓഫീസിൽ വരുമ്പോ ഞാൻ വിളിക്കാം. കംപ്ലൈന്റ് പൈസ തന്നാ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആര് പൈസ തരുന്നത്? പിന്നെ വെറുതെ വാർത്ത കൊടുക്കുക. പിന്നെന്താ വാർത്ത കൊടുക്കുക? വെറുതെ ഞങ്ങൾ സൗജന്യമായിട്ട് വാർത്ത കൊടുത്തൂടെ? അതിന് പറ്റുമോ? പറ്റും. നിങ്ങൾ നമ്മൾ കൊടുത്തോളാം. ജനുവരിക്ക് നോക്കേണ്ട ജനുവരി പക്ഷേ നിങ്ങൾക്കെതിരെ എഫ്ഐആർ വന്നിട്ടുണ്ട്. ആ പറയുന്ന തെളിയിച്ചാ മതി. സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. അഡ്രസ് പറഞ്ഞാട്ട് അഡ്രസ് അങ്ങോട്ട് വന്നോളാം, നമ്മള് വരുമ്പോ വിളിച്ചോളാം കേട്ടാ. ഇല്ലില്ല അഡ്രസ് സൗകര്യമില്ല. വേണ്ട പറ്റില്ലല്ലോ, വേണ്ട നിക്ക്. ഇനി ആലോചിക്കുക, വിദേശത്തേക്ക് ജോലി സ്വപ്നം കാണുന്ന ഒരാളും എൻ്റെ അഭിപ്രായത്തിൽ ഈ വിസ്ഡം എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് കൺസൾട്ടിംഗ് സർവീസിന് ബന്ധപ്പെടരുത്. കാരണം തട്ടിപ്പിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. ഇയാൾ പറയുന്നത് FIR രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിച്ച് ഞങ്ങൾ തെറ്റുകാരാവുമോ? ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കും, അത് കൊടുക്കാതിരിക്കില്ല എന്നൊക്കെയാണ്. 2 വർഷമായിട്ട് പൈസ തിരിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ, ഗുണ്ടായിസത്തിൻ്റെ സ്വരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അത് തന്നെ ഇവർ തട്ടിപ്പുകാരാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഓപ്പൺ ആവണ്ടോന്ന് ഇവര് വിചാരിച്ച് ഒരാൾ വീഡിയോ ഇട്ട് ഞാൻ ഇങ്ങോട്ട് വല്ലെത്താന്ന ഞങ്ങളെ നോക്കടാ ഓപ്പൺ ആവണ്ടോന്ന്. അവനുള്ള പണി കിട്ടി കഴിഞ്ഞു. അതാണ് ഞാനടിച്ച് അവൻ ആരുടെ ഭാര്യ തൊട്ടെന്നറിയോ? നീ നോക്കടാ വീഡിയോ ഓപ്പൺ ആവണ്ടെന്ന് ചെയ്യണെന്ന് നോക്കണ. നീ എന്തൊട്ട് ഡയലോഗ് കളിച്ചിട്ടുണ്ടെന്ന് ഒരു വീഡിയോ വന്ന് നോക്കിട്ട് ഓടിച്ചോടി പോന്നിട്ടാ. മാന്യമായി സ്ഥാപനം നടത്തുന്നവർ അവരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ടായാലും ഈ പരാതി പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ പണം തിരിച്ചു കിട്ടാനുള്ളവർക്ക് മാന്യമായി പണം കൊടുക്കും. ഇത് അവരുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും വലിയ ഭീഷണികൾ, പണം തരുമെന്ന് പറയുമ്പോൾ പോലും അതിലും ഭീഷണിയുടെ സ്വരം. ഈ പരാതികൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എന്നെ തീർത്ത് കളയുമെന്നുള്ള ഭീഷണി. നീ കേസിന് പോവാന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് ഫണ്ട് തരാണ്ടിരുന്നിട്ടുള്ളോ? ബാക്കി ആ ബാച്ചിൽ വന്ന എല്ലാവർക്കും 3/4 ഭാഗമെങ്കിലും ഫുള്ളും കൊടുത്തവരുണ്ട്, 3/4 ഭാഗം കൊടുത്തവരും ഉണ്ട് ഇല്ലേ? നിങ്ങളുടെ ഫാദർ സ്ത്രീകളെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓഫീസിലുണ്ടായ സംഭവങ്ങൾ അറിയാമല്ലോ. ആ കേസ് രജിസ്റ്റേർഡ് ആണ്. നീ അവിടെ പോയിട്ട് കാശ് വേണ്ട കേസ് വേണമെന്ന് പറഞ്ഞ കാരണല്ലേടാ നിന്റെ ആ ബാച്ചിലുള്ള എത്ര പേർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞു കേസ് വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക്. അത് പോരാണ്ട് നീ വീഡിയോ ഇട്ടിട്ട് അത് ഇതാക്കി ചെയ്തില്ലേ? വിസ്ഡം തട്ടിപ്പുകാരാ, നിന്നോടൊക്കെ പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് ഭീഷണികൾ കേട്ടിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് നിൻ്റെയൊക്കെ ഭീഷണി നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. ഇനിയും നിങ്ങൾക്കെതിരെ പരാതി പറയുന്ന എല്ലാവരുടെയും ആ പരാതികൾ ഞങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. എന്തായാലും ഇയാൾ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ, ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെന്ന് പറയുന്ന ബ്ലെസ്സി അനീഷിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, അനീഷ് എന്ന പേരിൽ ഒരാളാണ് എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ആ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നൊന്നായി ഞങ്ങൾ പുറത്തുവിടുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യും. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പ് കമ്പനികൾക്ക് തലവെച്ച് കൊടുക്കാതിരിക്കുക.